നമ്മുടെ SFIയുടെ കണ്ടെത്തലുകളിൽ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ 282 കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് SFIO സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ 2.8 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫ്രോഡും ആ കമ്പനിയിൽ നടന്നുള്ള ഫ്രോഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കും വളരെ വ്യക്തമാക്കുന്നതാണ് SFIO ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്. എന്നാൽ ഇതിൻ്റെ മോട്ടീവ് ബിഹൈൻഡ് ദ ഫ്രോഡ് അല്ലെങ്കിൽ ഈ അഴിമതിയുടെ പുറകിലെ കഥകളെ സംബന്ധിച്ച് അത്തരത്തിലേക്കല്ല SFIയുടെ അന്വേഷണം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്ന് 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ. ഒന്ന്, ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് സെക്ഷൻ 212(14) അനുസരിച്ച് പൊതുമുതൽ, കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ള 25 കോടി രൂപയ്ക്ക് മുകളിലൊരു തുകയും CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥർ, ഞാൻ ഉൾപ്പെടെ ചെറിയ ഉടമസ്ഥനാണ്, 3 ഷെയർ ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നാണ് 282 കോടി രൂപ അല്ലെങ്കിൽ 182 കോടി രൂപ ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് തിരികെ കിട്ടണം തീർച്ചയായിട്ടും. ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, അവരുടെ സ്വത്തുവകകൾ കണ്ടുകെത്തി CMRLൻ്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെൻറ്റ്, ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ SFIയുടെ സ്കോപ്പിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എൻ്റെ പരാതിയിൽ തന്നെ ഞാൻ ആദ്യം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പരാതിയിൽ തന്നെ കൃത്യമായി സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് ഇത് അന്വേഷണം നടത്തി ഈ സ്വത്തുവകകൾ തിരിച്ച് കണ്ടുകെട്ടി അതിൻ്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടിയും, ഇപ്പോൾ ഒരു കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടികൾ ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. 2ാം ഘട്ടം, ഇവിടെ എന്തിനു വേണ്ടി ഈ അഴിമതി നടന്നു? ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായി ഒരു ഫേവറിസം ഉണ്ടാകണം, അല്ലേ? എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഒന്ന് ഇങ്ങോട്ട് കിട്ടുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് CMRL കമ്പനിക്ക് കിട്ടിയത്? അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി? അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം CBI അന്വേഷിക്കേണ്ട കുറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് സെക്ഷൻ 447, ഇതെല്ലാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇതിനകത്തുള്ള മുഴുവൻ വ്യക്തികൾക്കുമെതിരെ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ED കേസ് എടുക്കേണ്ടതാണ്. ED അതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായി 2500 പേജും കണ്ടാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി അതിനകത്ത് പോസിറ്റീവായിട്ടല്ല നിലപാട് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും അത് ആവശ്യപ്പെട്ടു, എനിക്കും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിലെ അനക്സർ 16 മാത്രം 3334 എൻട്രീസ്, പലർക്ക് പൈസ കൊടുത്ത 3334 എൻട്രീസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിന് ആവറേജ് പറയുന്നത് 1.3 ലാക്സാണ് ഒരു എൻട്രിക്ക്. അപ്പോൾ ഇൻറ്റു 3334 കുട്ടിയാണ്, ഏറെക്കുറെ ഒരു 10-40 കോടി രൂപ ആ ബുക്കിൽ പലർക്കായിട്ട് വിതരണം ചെയ്ത് ആ ബുക്കിലുണ്ട്. ആ ബുക്ക് കോടതിയുടെ പക്കലുണ്ട്. സ്വാഭാവികമായും സെക്ഷൻ 447 അനുസരിച്ചൊരു എൻക്വയറി തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് SFIക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ കോടതിക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ അതുകൊണ്ട് SFIയോട് ഞാനൊരു പെറ്റീഷൻ എന്ന നിലയിൽ ആ എൻക്വയറിയിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നത് ED അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. മാത്രമല്ല കോടതി അത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, EDക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പെറ്റീഷൻ എന്ന നിലയിൽ ഹൈക്കോടതി മുഖേന ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനും ബഹുമാനപ്പെട്ട കോടതി വിധി വഴി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കും എന്നതുകൊണ്ട് തന്നെ നിയമപരമായി പ്യൂർലി
ഒരു പെറ്റീഷണർ എന്ന നിലയിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പെറ്റീഷണർ എന്ന നിലയിൽ മുമ്പോട്ട് പോയിക്കൊള്ളാൻ അതിനുള്ള എല്ലാ അനുവാദവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴും ഉടനെ ഇത് BJP രാഷ്ട്രീയ വകവക്കലാണെന്ന് പറയും എന്നതുകൊണ്ട് തന്നെയാണ് അതിന് പ്യൂർലി നിയമപരമായി നേരിടാൻ ഉദ്ദേശിക്കുന്നത്.